മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് സ്നേഹപൂർവം സ്വദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക്, വ്യാകുലങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കുരിശു വരയ്ക്കുന്നവർ, കുരിശു വഹിക്കുന്നവർ, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. പരീക്ഷകളിൽ തോൽവി ഏറ്റുവാങ്ങുന്നവർ, സംസാര ശക്തിയില്ലാത്തവർ, തളർന്നു കിടക്കുന്നവർ അവിടെ കുരിശുകൾ വഹിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. പരിശുദ്ധ അമ്മയാണ് ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന ആദ്യത്തെ ശിഷ്യ. ആ മാതാവിൻ്റെ വഴിത്താരയിലൂടെ ഇന്നും നടന്നു നീങ്ങുന്ന അനേകം ശിഷ്യന്മാരുണ്ട്. ഇവരെയൊക്കെ സ്വർഗത്തിൽ എത്തിക്കുന്നത് അവർ എങ്ങനെ കുരിശു വഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഏത് തരത്തിലുള്ള കുരിശുകളാണെങ്കിലും എങ്ങനെ എത്രമാത്രം സ്നേഹത്തോടെ ആ കുരിശുകൾ വഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗം അവർക്ക് സമ്മാനമായി കിട്ടുന്നത്. ഇന്ന് ശിഷ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു കൊച്ചു കാര്യമൊന്ന് ശ്രദ്ധിച്ചേൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാം വാക്യം. യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ മാതാവിൻ്റെ 6ാമത്തെ വ്യാകുലം ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതാണ്. സ്വന്തം മകൻ്റെ ശരീരം ഒരമ്മയുടെ മടിയിൽ കിടത്തുമ്പോൾ ആരുടെ ഹൃദയമാണ് തകരാത്തത്? അസഹനീയമായിരിക്കുന്ന, പറഞ്ഞാൽ വർണ്ണിക്കാനാവാത്ത സങ്കടത്താൽ വീർപ്പുമുട്ടിയ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് കൊടും യാതനകളുടെ നടുവിൽ, കൊടും വേദനയുടെ നടുവിൽ വിധേയരായി ജീവിക്കുന്നവർ അനേകരുണ്ട്. അവരെ നോക്കി മാതാവ് പുഞ്ചിരിക്കുകയാണ്. യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് പരസ്യ ശിഷ്യത്വത്തിലേക്ക് നീങ്ങുകയാണ്. ശത്രുത, വെറുപ്പ്, നിരാശ, സ്വാർത്ഥത ഇവയിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമാണ് ഒരു പരസ്യ ശിഷ്യനായി തീരുവാൻ, ശിഷ്യത്വം പൂത്തുവിരിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വലിയ വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ മാതൃകയിലൂടെ കടന്നു നീങ്ങാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹന ജീവിതത്തെ ആശ്ലേഷിക്കുക. കിട്ടിയ വിശ്വാസം അനേകരിലേക്ക് പകർന്നു കൊടുത്ത് യേശുവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകാം. അധ്വാനത്തിന് അധ്വാനം, വിയപ്പിന് വിയപ്പ്, രക്തത്തിന് രക്തം ചിന്തി മരിക്കുന്ന രക്തസാക്ഷികളെപ്പോലെ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വലിയ മേഖലകളിലേക്ക് വളരുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ കുരിശു വഹിക്കുന്ന, വേദനയുടെ രോഗശൈലിയിൽ കിടക്കുന്ന സർവ്വ മക്കളുടെയും അടുക്കലേക്ക് മാതാവും ഈശോയും വന്ന് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.